രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഏതാനും പത്രപ്രവർത്തകർ വളഞ്ഞിട്ട് വേട്ടയാടുകയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിനെ വിട്ടിട്ടില്ല. കോൺഗ്രസിൽ നിന്ന് പ്രാഥമിക അംഗത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഏതാണ്ട് ഒരു രാഷ്ട്രീയ വനവാസത്തിൽ അല്ലെങ്കിൽ അജ്ഞാതവാസത്തിലാണ് അദ്ദേഹം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശോഭിക്കേണ്ട ഒരു സാഗരഗർജനമായിട്ട് മാറേണ്ട അല്ലെങ്കിൽ സിംഹഗർജനമായിട്ട് മാറേണ്ട ഒരു ശബ്ദം തെരഞ്ഞെടുപ്പിന് നഷ്ടപ്പെട്ടു. അത് പോയിക്കോട്ടെ. പക്ഷേ ഇവിടെ അദ്ദേഹം ജയിച്ച ഒരു കേസ് അദ്ദേഹത്തിന് തിരിച്ചടിയാണ് എന്നുള്ള മട്ടിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് വാർത്തകൾ സൃഷ്ടിച്ചു പടച്ചുവിടുന്നു. ഇത് കേസ് പഠിക്കാത്തത് കൊണ്ടാണോ അതോ ഇനി എന്തായാലും ജയിച്ചാൽ ഇവനെ തോൽപ്പിച്ചേ അടങ്ങൂ എന്ന് പറയുന്നത് പോലാണോ എന്നറിയില്ല. ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു, ഭൂരിപക്ഷം കിട്ടി. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു അയാൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് പ്രഖ്യാപനം നടത്തിയാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഒരു പരിണതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംഭവിച്ചിടത്തോളം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതായത് അതിജീവിതമാരിൽ ഒരാൾ, 3 പേരാണല്ലോ കേസ് കൊടുത്തിരിക്കുന്നത്. അതിലൊരാൾ തനിക്കെതിരെ വന്നിരിക്കുന്ന പരാമർശങ്ങൾ കേസിൻ്റെ ഇനിയുള്ള നടത്തിപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്, അത് നീക്കം ചെയ്യണമെന്നും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം അർഹിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ ജാമ്യം എൻ്റെ കേസിൽ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. അതിലേറ്റവും വലിയ ആവശ്യമായി ഉന്നയിക്കപ്പെട്ടിരുന്നത് രാഹുലിൻ്റെ ജാമ്യം റദ്ദാക്കുക. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജാമ്യം പോലും കിട്ടാതെ ജയിലിനുള്ളിൽ തന്നെ അധിവസിക്കട്ടെ എന്നുള്ളതായിരുന്നു ആവശ്യം. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലെങ്ങാനും സ്വതന്ത്രനായിട്ട് മത്സരിച്ചെങ്കിലോ എന്നുള്ള ഒരാശങ്കയും ആ ഹർജിക്ക് പിന്നിലുണ്ടായിരിക്കാം. നമുക്കറിയില്ല അതിൻ്റെ വസ്തുസ്ഥിതി എന്തെന്നുള്ളത്. അപ്പോൾ കാരണം പക്ഷേ അതിൽ ഒരു അജ്ഞതയുണ്ട്. അതായത് ജയിലിൽ കിടന്നായാലും മത്സരിക്കാം. അങ്ങനെ ജയിലിൽ കിടന്ന് മത്സരിച്ച് ജയിച്ചയാളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയകാല പ്രവർത്തകനായ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത തോപ്പിൽ ഭാസി. ജയിലിൽ കിടന്നുകൊണ്ടാണ് സോമൻ എന്നുള്ള പേരിൽ അദ്ദേഹം കൃതി എഴുതിയത്. ജയിലിൽ കിടക്കുന്നത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തടസ്സമല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില ചിട്ടവട്ടങ്ങൾ ക്രിമിനൽ കേസുകളുടെ കാര്യത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. 3 വർഷത്തിൽ കൂടുതൽ കൺവിക്റ്റ് ചെയ്യപ്പെട്ട ആളുകളാണ് അതിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടത്. ജയിലിൽ വിചാരണ തടവുകാരനായി കഴിയുക എന്ന് പറയുന്നത് കൊണ്ട് ഒരു അയോഗ്യതയായിട്ട് ഇതുവരെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇനി വന്നുകൂടായെന്നില്ല. ഭാരതീയ ന്യായ സംഹിതയിൽ പെടുത്തിക്കൊണ്ട് അങ്ങനെ വരുത്താവുന്നതേ ഉള്ളൂ. അങ്ങനെ തൽക്കാലം വന്നിട്ടില്ല. അപ്പോൾ ഒരു ലക്ഷ്യം അതായിരുന്നിരിക്കാം. പക്ഷേ ജാമ്യം സുപ്രീം കോടതി റദ്ദാക്കിയിട്ടില്ല. അതിൻ്റെ മെറിറ്റിലേക്ക് കടന്നതുപോലുമില്ല. കാരണം നേരത്തെയുള്ള വിധിയിൽ, ഹൈക്കോടതിയുടെ വിധിയിൽ ഒരു പരാമർശം ഉണ്ടായിരുന്നു. അതായത് അതിജീവിതയെ സംബന്ധിക്കുന്നതാണ്. ആ പരാമർശം അത് നമ്മളിനി വീണ്ടും പറയുന്നില്ല. കാരണം പരാമർശം നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് അത് പരാമർശിക്കുന്നത് ശരിയല്ല. അത് നീക്കം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അത് അതായത് പരസ്പര സമ്മതപ്രകാരമുള്ള ഒരു ബന്ധമായിരുന്നു ഇതെന്നും രാഹുലിനെ മാത്രമായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റുന്നതല്ല ഈ കേസെന്നും ആണ് പരാമർശം. തീർച്ചയായിട്ടും ആ ഒരു കോടതിയുടെ പരാമർശം മാത്രം മതി മുന്നോട്ടുള്ള കേസിൻ്റെ നടത്തിപ്പിൽ രാഹുലിനെ പൂർണ്ണമായിട്ടും ഈ കേസ് നിന്ന് കുറ്റവിമുക്തനാക്കാൻ. ആ ഒരു അപകടം മണത്തറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതും അതിനോടൊപ്പം തന്നെ ഈ ജാമ്യം കൊടുക്കരുതെന്നുള്ള ഹർജിയും വന്നു. പ്രധാനമായിട്ടും അതിൽ ഉന്നയിച്ചിരുന്ന ജാമ്യം കൊടുക്കരുതെന്നുള്ളതാണ്. ജാമ്യം തുടരുക തന്നെയാണ്. അപ്പോൾ ആരാ ജയിച്ചത്? ജാമ്യം കിട്ടിയ പ്രതി തന്നെയാണ്, അല്ലെങ്കിൽ കുറ്റാരോപി തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ജയിച്ച ഒരു കേസിലും അദ്ദേഹത്തിന് തിരിച്ചടി എന്നുള്ള രീതിയിലാണ് തലക്കെട്ടുകൾ വരുന്നത്. ആ തലക്കെട്ടുകൾ വരുന്നത് കണ്ടിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു. അതായത് ഇത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഒരു കൂട്ടം അടിമ മാധ്യമ പ്രവർത്തകർ എനിക്ക് നേരെ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അടിമ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അടിമ മാധ്യമ തൊഴിലാളികൾ എന്നുള്ള പദമാണ് അദ്ദേഹം അതിനകത്ത് പ്രയോഗിച്ചിരിക്കുന്നത്.
ഇത് തീർച്ചയായിട്ടും തെറ്റായ ഒരു പ്രയോഗമാണ്. കാരണം തൊഴിലാളി എന്ന് പറയുമ്പോൾ തൊഴിലാളിയുടേതായിട്ടൊരു അന്തസ്സുണ്ട്, ആ തൊഴിലിൻ്റേതായിട്ടൊരു അന്തസ്സുണ്ട്, ഒരു ഡിഗ്നിറ്റി ഉണ്ട്, ഒരു അഭിമാനബോധമുണ്ട്. കാരണം ഈ തൊഴിലാളികളുടെ പണി കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ തൊഴിലിൽ ഏർപ്പെടുന്നതുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നിലനിന്നു പോകുന്നത്. അപ്പോൾ അത് തൊഴിലാളി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു അഭിമാനമാണ്. അപ്പോൾ ആ ഒരു പ്രയോഗം തീരെ ശരിയായിട്ടൊരു പ്രയോഗമല്ല. വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിന്, ഒരു അശ്രദ്ധ പറ്റിയിട്ടുണ്ടെന്നുള്ളത് തുറന്ന് സമ്മതിക്കേണ്ടി വരുന്നു. കാരണം ഇത് അടിമ മാധ്യമ ദല്ലാൾമാരാണ്. തൊഴിലാളികളാണെങ്കിൽ അവരുടെ തൊഴിലിനോട് നീതി പുലർത്തും. കാരണം അതിനൊരു ധാർമ്മികതയുണ്ട്, സത്യം സത്യസന്ധമായി എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തൊഴിലാളി ഒരിക്കലും അതിൽ കള്ളം കാണിക്കുകയില്ല. തൊഴിലാളി അല്ലാത്ത വ്യാജ തൊഴിലാളികളാണ് ഈ വ്യാജ നിർമ്മിതികൾ നടത്തി രാഹുലിന് അനുകൂലമായിട്ടൊരു വിധി വരുമ്പോൾ പോലും അതിനെ വളച്ചൊടിച്ച് അത് തിരിച്ചടി എന്ന് വ്യാഖ്യാനിക്കുന്നത്. ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ രാഹുൽ ആരെയും അടിച്ചിട്ടില്ലല്ലോ. അടിക്കുമ്പോഴല്ലേ തിരിച്ചടി കിട്ടുക. അങ്ങനെയുള്ള തിരിച്ചടികളൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. എന്തിനും ഏതിനും തിരിച്ചടി എന്നുള്ള വാക്കുകൊണ്ട് പ്രയോഗിക്കുന്നത് ഒരു പക്ഷേ പദദാരിദ്ര്യം കൊണ്ടായിരിക്കാം, ഭാഷാ ദാരിദ്ര്യം കൊണ്ടായിരിക്കണം. അതിന് ഉചിതമായ മറ്റു പദങ്ങളാണ് കണ്ടുകിട്ടുന്നത്. രാഹുലിൻ്റെ കേസിൽ ഉള്ള കാര്യമെന്ന് പറഞ്ഞാൽ മതി. ജാമ്യം നിഷേധിക്കാനുള്ള ഹർജി കോടതി നിരസിച്ചു, ജാമ്യം തുടരും. ഇതാണ് വാർത്ത. രാഹുലിൻ്റെ ജാമ്യം റദ്ദാക്കില്ല. ഇതും ഹെഡ്ലൈനായിട്ട് കൊടുക്കാം. അതിൻ്റെ വാക്കുകളുടെ കോളം എത്രയാണെന്നുള്ളതിൻ്റെ, അക്ഷരങ്ങൾ എത്ര വേണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പലജാതി ഹെഡിങ് കൊടുക്കാം. പക്ഷേ ഇതൊരു തിരിച്ചടി, അതായത് ആ പരാമർശം നീക്കി എന്നുള്ളത് മാത്രം ഒരു തിരിച്ചടിയായിട്ട് വെച്ചുകൊണ്ടാണ് ഇത് നടത്തിയിരിക്കുന്നത്. ഇനി കേസിൻ്റെ സൂക്ഷ്മതലത്തിലുള്ള അന്വേഷണങ്ങളും കേസ് ഡയറിയും ഒക്കെ വരുമ്പോഴാണ് ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ ശരിയാണോ, ആ അതിജീവിതയെക്കുറിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നുള്ള പരിശോധനയ്ക്ക് വരൂ. അപ്പോൾ അന്നേരം വീണ്ടും ഈ ഒരു വിമർശനങ്ങൾ വന്നേക്കാം. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വന്നിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനം, ജാമ്യം നിഷേധിക്കത്തക്ക ഒരു കുറ്റം ഈ കേസിലില്ല എന്നാണ് സുപ്രീം കോടതിയും കണ്ടിരിക്കുന്നത് എന്നാണ്. നിരപരാധി എന്നൊന്നുമല്ല, പക്ഷെ ജാമ്യം നിഷേധിക്കേണ്ട ഒരു കുറ്റമില്ല. അതായത് കോടതിയുടെ ഒരു നയം എന്ന് പറയുന്നത് ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ, ബെയിൽ ഈസ് ദി റൂൾ എന്നുള്ളതാണ്. അതായത് ജാമ്യം കൊടുക്കുക എന്നുള്ളതാണ് സാധാരണ രീതി, അത്യപൂർവം കേസുകളിൽ മാത്രമാണ് ബെയിൽ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. അതായത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ വലിയ തെറ്റ് ചെയ്ത ആളാണ് നമ്മുടെ KB ഗണേഷ് കുമാർ, ഇപ്പോഴും മന്ത്രിയായിട്ടിരിക്കുന്ന ആളെന്നുള്ളത് വളരെ വ്യക്തമായിട്ടാണ് ആ കേസുകളുടെ മെറിറ്റുകൾ പരിശോധിക്കുമ്പോൾ. പട്ടാപ്പകൽ സ്വന്തം ഭാര്യ തന്നെയാണ് ഇത് വിളിച്ചു പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം നേരത്തെ വിവാഹം കഴിച്ചപ്പോഴും ആദ്യത്തെ ഭാര്യയായിട്ടുള്ള യാമിനി ഇതേ ആരോപണങ്ങൾ തന്നെ ഉന്നയിച്ചിരിക്കുന്നു. അപ്പോൾ ഓരോ മന്ത്രി പദത്തിൽ ഓരോ തവണ ഇരിക്കുമ്പോഴും ഇതുപോലുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കേസാണത്. പഴകിയ ജീർണിച്ച കേസുകളാണ്. ഇപ്പോൾ പുതുതായിട്ട് വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പാഠം പഠിക്കാതെ. അതുമായിട്ട് ഒരുപാട് സ്ത്രീകളുമായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിലുണ്ടായിട്ടുള്ള ഉലച്ചിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട്, കുടുംബ ബന്ധങ്ങളിലുണ്ടായിട്ടുള്ള ഉലച്ചിൽ പരിഹരിക്കാൻ വേണ്ടി ചെന്ന ഉമ്മൻചാണ്ടിയോടെ കൃതജ്ഞത കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ആളാണ് KB ഗണേഷ് കുമാർ. അദ്ദേഹത്തിനെ 14 മണിക്കൂർ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കെ ചോദ്യം ചെയ്യിപ്പിച്ച ആളാണ് KB ഗണേഷ് കുമാർ. കത്തുകളിൽ വ്യാജം കാണിച്ച ആളാണ്. അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ നേരിടുന്ന ഒരാളിപ്പോൾ പത്തനാപുരത്ത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഇതിപ്പോൾ സ്വന്തം പാർട്ടിയിലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏറ്റവും കഠിനപരമായിട്ടുള്ള ആരോപണ ശരങ്ങൾ ഉതിർത്തത് VD സതീശൻ തന്നെയാണ്. ആ VD സതീശൻ, അദ്ദേഹം ഒരാൾ കാരണമാണ് പ്രാഥമിക അംഗത്വം പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ നഷ്ടമായത്. തിരഞ്ഞെടുപ്പിൽ ഒന്ന് സംസാരിക്കാൻ പോലും ഇടമില്ലാത്ത ഒരിടത്തിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ടി വന്നത്, ഒരവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. KB ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിൽ ആ പാർട്ടി കണ്ടോ, ക്യാപ്റ്റനെ പോലെ, മുഖ്യമന്ത്രി ഒരു ക്യാപ്റ്റനെ പോലെ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്തു. ഒരൊറ്റ ഗോൾ പോലും അദ്ദേഹത്തിന് കാക്കുന്ന വലയിലേക്ക് അടിക്കാതെ കാത്തു സൂക്ഷിച്ചു. അതാണ് ക്യാപ്റ്റൻ. മറ്റത് തൻ്റെ പാർട്ടിയിലെ ആളെ സംരക്ഷിക്കാതെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അവിടെ നിൽക്കുമ്പോൾ നെറ്റിനകത്തു നിന്നോ ആ പോസ്റ്റിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞ ഒരു ക്യാപ്റ്റൻ ഇപ്പുറത്ത്. ഇപ്പം ഗോൾ വലയം കാക്കാൻ ഇപ്പം ആരുമില്ലാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ്. അനുദിനമെന്നോണം വരുന്ന സർവേകളിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വ്യക്തമാവുന്നുണ്ട്.
ഇപ്പം ലീഡ് എടുത്തിരിക്കുകയാണ്. 1 ഗോളിന് മുമ്പിലാണിപ്പോൾ ഇടതുമുന്നണി, 1 ഗോളിന് പിന്നിലാണിപ്പോൾ UDF മുന്നണി. ആദ്യമുണ്ടായിരുന്ന മേൽക്കൈ 1 ഗോൾ അടിച്ചതിൻ്റെ ആ ലീഡ് അവർക്കിപ്പോൾ നഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്നാണ് സർവേകൾ 2-3 സർവേകളിൽ കാണുന്നത്. അപ്പോൾ ഒരു തിൻ മാർജിൻ അതിപ്പോൾ LDFന് ഈ സമയത്ത് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം കാരണം പാർട്ടിക്കെതിരെ വാളെടുക്കുകയും മറുവശത്ത് ഭരണകക്ഷിയിലെ ആളുകൾ ചെയ്യുന്ന അഴിമതികൾക്കെതിരെ മിണ്ടാതെ കമാന്നൊരക്ഷരം മിണ്ടാതെ ഇരിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലല്ല, തൻ്റെ പാർട്ടിയിലെ ഒരു പാര എന്നുള്ള നിലയിലാണ് അദ്ദേഹം ശോഭിക്കുന്നത്. അതിൻ്റെ ഫലമാണ് ഈ മുന്നണി മൊത്തത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അനുഭവിക്കാൻ പോകുന്നത്. മെയ് 4 നമ്മൾ കാണാൻ പോകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.